നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇത് തിരിച്ചടികളുടെ സമയമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ മദ്യനയ കേസിൽ CBI കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. CBI കേസിൽ ജാമ്യം തേടിക്കൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ ദില്ലി ഹൈക്കോടതി തള്ളി. CBI അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും ജാമ്യം അനുവദിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. കേസിൽ ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ ദില്ലി മുഖ്യമന്ത്രിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കെജ്രിവാളിന്റെയും CBIയുടെയും അഭിഭാഷകരുടെ വാദം കേട്ട ശേഷം ജൂലൈ 29-ന് AAP നേതാവിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയാൻ ഹൈക്കോടതി മാറ്റുകയായിരുന്നു. എക്സൈസ് നയ കേസിലെ അഴിമതിയുടെ സൂത്രധാരൻ ദില്ലി മുഖ്യമന്ത്രി ആണെന്നും വിട്ടയച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയെ അന്വേഷണ ഏജൻസി ശക്തമായ ഭാഷയിൽ എതിർത്തിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ അന്വേഷണം അവസാനിപ്പിക്കാനാവില്ലെന്നും 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചു എന്നുമാണ് CBI അഭിഭാഷകൻ വാദിച്ചത്. അതേസമയം തെളിവുകളില്ലെങ്കിലും ദില്ലി മുഖ്യമന്ത്രി ജയിലിൽ കഴിയുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് CBI അറസ്റ്റ് എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ വാദം. CBI രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം ലഭിച്ചിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാമായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നേരത്തെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. മദ്യനയ കേസിൽ മാർച്ച് 21-നാണ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 21 ദിവസത്തെ ജാമ്യമായിരുന്നു ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വരും വരെ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ജൂൺ 2-ന് കീഴടങ്ങാൻ കോടതി നിർദ്ദേശിച്ചു. ഇതിനിടയിൽ ജാമ്യത്തിനായി വീണ്ടും കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചില്ല. തുടർന്ന് ജൂൺ 2-ന് അദ്ദേഹം തീഹാർ ജയിലിൽ കീഴടങ്ങുകയും ചെയ്തു. ഇനി ശിഷ്ടകാലം കെജ്രിവാളിന് സുഖജീവിതം നയിക്കാം ജയിലിൽ തന്നെ. ഇന്നത്തോടെ കെജ്രിവാളിന്റെ അവസാന പ്രതീക്ഷയും നഷ്ടമായിരിക്കുകയാണ്. കൂടാതെ AAP നേതാക്കൾ നടത്തിയ വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞ് പാളീസായി. ഓരോ ദിവസവും ഓരോ അടവുമായിട്ടാണ് AAP നേതാക്കൾ രംഗത്തെത്തിയിരുന്നത്. എന്നാൽ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുകയാണ്. ഇനി മദ്യമെന്ന് കേട്ടാൽ കെജ്രിവാൾ ഒന്ന് ഭയക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം കെജ്രിവാൾ ചെയ്തു കൂട്ടിയ മറ്റു അഴിമതി പോലെ തന്നെ ഇതും പുറം ലോകം അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം. എന്നാൽ വ്യക്തമായ തെളിവുകളോടെയായിരുന്നു ED കെജ്രിവാളിന് പൂട്ടിട്ടത്. അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്നൊന്നും പുറത്തിറങ്ങി വിലസാമെന്ന് കെജ്രിവാൾ വ്യാമോഹിക്കേണ്ട. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.